ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹോട്ടലിലും തട്ടുകടയിലുമെല്ലാം ഉണ്ടാക്കുന്ന വെള്ളക്കടല മസാല അതേ രുചിയിൽ വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ നാടൻ രുചിയിലുള്ള വെള്ളക്കടല മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, എങ്കിലേ നമ്മുടെ ഈ വെള്ളക്കടല മസാലക്ക് നല്ല നാടൻ രുചി കിട്ടുകയുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 3-4 വെളുത്തുള്ളി അല്ലി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ടൊമാറ്റോ ആണ് കയ്യിലുള്ളതെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ തട്ടുകടയിൽ നിന്നും ഹോട്ടലിൽ നിന്നുമെല്ലാം കഴിക്കുന്ന നല്ല രുചിയേറിയ ഒരു വെള്ളക്കടല മസാലയുണ്ട്, അതിൻ്റെ റെസിപ്പിയാണിത്. അപ്പം, വെള്ളയപ്പം, ചപ്പാത്തി, കുബൂസ്, പൊറോട്ട, ഇതിലേക്കെല്ലാം നല്ല കിഡിലൻ കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. വീണ്ടും നമുക്ക് പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ജീരകം പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. ഈ വെള്ളക്കടല നമ്മൾ ഏകദേശം ഒരു 8 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം കുക്കറിൽ ഉപ്പ് മാത്രം ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കടല നന്നായിട്ട് വേവണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഈ വെള്ളക്കടല മസാലക്ക് നല്ല രുചി കിട്ടുകയുള്ളൂ. നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളക്കടലയിൽ നിന്നും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള കടല മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാൻ അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ചും 5 മിനിറ്റ് തുറന്ന് വെച്ചുമാണ് നമ്മളിത് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ രുചിയിലുള്ള വെള്ളക്കടല മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.